വെൽക്കം ബാക്ക് ഓൾ. നമ്മൾ മൊഡ്യൂൾ 4-ൻ്റെ റിവിഷൻ പാർട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ 4-cylinder petrol engine has an output of 48 kilowatt at 180 rpm. A Morse test is carried out and brake torque readings with each cylinder cutoff is in turn are 177 Newton meter, 170 Newton meter, 169 Newton meter, 173 Newton meter respectively. For normal running speed, SFC is 0.364 kilogram per kilowatt hour with respect to brake power. Then calorific value തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് മെക്കാനിക്കൽ എഫിഷ്യൻസി ആൻഡ് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ഒരു മോസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ടോട്ടൽ ബ്രേക്ക് തന്നിട്ടുണ്ട്. പെട്രോൾ എഞ്ചിൻ ആസ് എൻ ഔട്ട്പുട്ട് ഓഫ് 4.8 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിന് കിട്ടിയ ഔട്ട്പുട്ടാണ് 4.8 കിലോ വാട്ട്. ദാറ്റ് ഇറ്റ് ഈസ് ബ്രേക്ക് പവർ. ഓക്കെ, ദെൻ അതിൻ്റെ RPM 180 RPM ആണ്. ഇനി മോസ് ടെസ്റ്റ്, നമുക്ക് മോസ് ടെസ്റ്റ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓരോ സിലിണ്ടറിൻ്റെ എഞ്ചിൻ കട്ട് ഓഫ് ചെയ്യുന്നതാണ്, എഞ്ചിൻ്റെ സ്പാർക്ക് കട്ട് ഓഫ് ചെയ്യുന്നതാണ് മോസ് ടെസ്റ്റ്. ഈ മോസ് ടെസ്റ്റിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് ബ്രേക്ക് ടോർക്കാണ്. കിലോ വാട്ടിലല്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇറ്റ് ഈസ് എ ടോർക്ക്. ഓക്കെ, ഈ ടോർക്ക് കിട്ടി. നമുക്ക് ഇതിൽ നിന്നും ബാക്കി ഡേറ്റാസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, മെക്കാനിക്കൽ എഫിഷ്യൻസിയും ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫ് ചെയ്തിട്ടുള്ള ബ്രേക്ക് പവർ നമുക്ക് കണ്ടുപിടിക്കണം. ദ ബ്രേക്ക് ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ബ്രേക്ക് പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2πnt ആണ് ബ്രേക്ക് പവറിൻ്റെ ഇക്വേഷൻ. അപ്പം ടോർക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2π ഇൻറ്റു n ഈസ് ഇൻ RPS. ഓക്കെ, RPM എന്ന് പറഞ്ഞാൽ 180 ആണ്. സോ ഡിവൈഡ് ബൈ 60, ദാറ്റ് ഈസ് 3 RPS, 3 റൊട്ടേഷൻ പെർ സെക്കൻഡ്. 3 ഇൻറ്റു 177. അപ്പം ഇത്രയാണ് നമ്മുടെ ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വാല്യൂ അബൌട്ട് 3.36 കിലോ വാട്ട് കിട്ടും. ഓക്കെ, 0.336 കിലോ വാട്ട് കിട്ടും. സിമിലർലി ഞാൻ എല്ലാ ബ്രേക്ക് ടോർക്കും എന്ത് ചെയ്യാണ്, ബ്രേക്ക് പവറിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. എനിക്ക് ഇവിടുത്തെ വാല്യൂ ഇറ്റ്സ് അബൌട്ട് 3.2 കിലോ വാട്ട്. ഹിയർ ഇറ്റ് ഈസ് 3.185 കിലോ വാട്ട്. ഹിയർ ഇറ്റ് ഈസ് 3.26 കിലോ വാട്ട്. ഇത്രയും നമുക്ക് കിട്ടും. നമുക്ക് ഇനി അത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വി നോ ദാറ്റ് ഇൻഡിക്കേറ്റഡ് പവർ ആൻഡ് ദ ഫസ്റ്റ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ബ്രേക്ക് പവർ മൈനസ് ബ്രേക്ക് പവർ ബൈ കട്ടിങ് ഓഫ് ഫസ്റ്റ് സിലിണ്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് മോസ് ടെസ്റ്റ് ഒന്ന് പഠിച്ചാൽ ഇത് മനസ്സിലാവും. ദെൻ ബ്രേക്ക് പവർ നമുക്കറിയാം 4.8 ആണ്. മൈനസ് ഫസ്റ്റ് സിലിണ്ടറിൻ്റെ എത്രയാണ് കട്ട് ഓഫ്? 3.336. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? IP1 എത്ര കിട്ടി? 1.464 കിലോ വാട്ട് കിട്ടി. സിമിലർലി IP2 ഈസ് ഈക്വൽ ടു BP മൈനസ് BP2CO. അപ്പം അതെനിക്ക് 1.6 കിലോ വാട്ട്. സിമിലർലി IP3 ഈസ് ഈക്വൽ ടു 1.615 കിലോ വാട്ട്. IP4 ഈസ് ഈക്വൽ ടു 1.54 കിലോ വാട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാം കൂടെ സമ്മേഷനാണ് ടോട്ടൽ IP1 + 2 + 3 + 4. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് 6.219 കിലോ വാട്ട് കിട്ടും. ശ്രദ്ധിച്ചോളൂ, ബ്രേക്ക് പവറിനേക്കാൾ എപ്പോഴും കൂടിയേ കിട്ടത്തുള്ളൂ ഇൻഡിക്കേറ്റഡ് പവർ. ഓക്കെ, സോ ഇൻഡിക്കേറ്റഡ് പവർ നമുക്ക് കിട്ടി. അപ്പം ഇൻഡിക്കേറ്റഡ് പവർ കിട്ടിയാൽ മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിച്ചുകൂടെ? മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു BP ബൈ IP. ദാറ്റ് ഈസ് BP നമുക്കറിയാം എത്രയാണ്, 4.8 ഡിവൈഡഡ് ബൈ 6.219. വി വിൽ ഗെറ്റ് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ആസ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇത് അബൌട്ട് 77.18% ആണ് നമ്മുടെ മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ? ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ബ്രേക്ക് പവർ, ഓക്കെ, ഡിവൈഡഡ് ബൈ ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങനെ MF കിട്ടും? MF കണ്ടുപിടിക്കാനാണ് നമുക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ബ്രേക്ക് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? ദാറ്റ് ഈസ് MF ബൈ BP നമുക്ക് തന്നിട്ടുണ്ട് വാല്യൂ. അപ്പം അതിൽ നിന്ന് നമുക്ക് MF കണ്ടുപിടിക്കാം. MF ഈസ് ഈക്വൽ ടു ബ്രേക്ക് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ ഇൻറ്റു BP. ദാറ്റ് ഈസ് 0.364 ഇൻറ്റു 4.8. ഇറ്റ് ഈസ് അബൌട്ട് 1.7472 കിലോഗ്രാം പെർ അവർ. ഇത്രയാണ് നമ്മുടെ MF എന്ന് പറഞ്ഞാൽ. സോ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു
4.8 ഇൻറ്റു 3600 ഞാനിത് മുകളിലോട്ട് കൊണ്ടുപോയി ഡിവൈഡഡ് ബൈ 1.747 ഇൻറ്റു ഓക്കെ ഇറ്റ്സ് ഈക്വൽ ടു 23.54%. എത്രയാണ് നമ്മുടെ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി? ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്, ബട്ട് ഇറ്റ്സ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ഫോർ 10 മാർക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് രണ്ട് ഇക്വേഷനാണ്, മെക്കാനിക്കൽ എഫിഷ്യൻസിയും ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയും. ബട്ട് നമുക്ക് മോസ്റ്റ് ടെസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മോസ്റ്റ് ടെൻസിൽ ഓരോ സിലിണ്ടറിൻ്റെയും സ്പാർക്ക് കട്ട് ഓഫ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ബ്രേക്ക് പവറാണ്, അല്ലെങ്കിൽ ബ്രേക്ക് ടോർക്ക് തന്നിട്ടുണ്ട്. വി കൺവേർട്ടഡ് ദാറ്റ് ബ്രേക്ക് ടോർക്ക് ഇൻറ്റു ബ്രേക്ക് പവർ. ദെൻ ആ ബ്രേക്ക് പവർ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിച്ചു. ദെൻ വി കാൽക്കുലേറ്റ് ദ ഫർദർ തിങ്സ്. ഓക്കെ, താങ്ക് യു.